അല്ലാഹു അക്ബർ. ഖുർആനിൽ ഈച്ചയെ പറ്റി ഒരു സൂറത്തുണ്ട്. തേനീച്ചയെ പറ്റി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എറുമ്പിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അൽ-ബഖറ സൂറത്തിൽ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, കൊതുകിനെ അല്ലാഹു തആല ഉദാഹരിക്കും. അപ്പോൾ അറിയാത്തവർ ചോദിക്കും, അല്ലാഹു തആല എന്താ ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പം അല്ലാഹു തആല ഓരോ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അപ്പം നമ്മളിലേക്ക് അറിവ് വരുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിപ്പിക്കാനാണ്. നമ്മൾ ചിന്തിക്കാത്ത അറിവ് കൊണ്ട് കാര്യമില്ല. അതാണ് പ്രയോജനപ്രദമായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഒരുപാട് അറിവുണ്ടായി നമ്മുടെ ജീവിതത്തിൽ ആ അറിവ് നിഴലിക്കുന്നില്ലെങ്കിൽ, ചില പറയാറുണ്ട്, അവൻ പഠിച്ചിട്ട് എന്താ കാര്യം, ആ പഠിപ്പൊന്നും അവൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല എന്നൊന്ന്. അപ്പം നമ്മുടെ മനസ്സിനെ ആന്തരികമായി ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസമില്ലെങ്കിലും ആ വിദ്യാഭ്യാസം ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല. മറ്റൊരു കാര്യം കുറച്ചുകൂടി ഭൗതികവും ലൗകികവും ആത്മീയവും കൂടിയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ജീവിച്ചു പോകണം, ഇന്ന് ജോലി കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ അതിൽ ലോവസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷേ ഇന്ന് അത് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയാണ്. പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി എടുത്തെങ്കിൽ കുട്ടികളെ പോറ്റാൻ ഒക്കൂ. അപ്പോൾ ജീവിതവുമായി വിദ്യാഭ്യാസത്തിന് ബന്ധമുണ്ടാകണം. ഇത്രയൊക്കെയാണ് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അത് ലക്ഷ്യം കണ്ടോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ലക്ഷ്യം കണ്ടതിൽ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. ഞാനീ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏറെക്കുറെ എന്നേ പറയാനൊക്കൂ, പൂർണ്ണമായിട്ടൊന്നുമില്ല, സാക്ഷാത്കരിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഈ കേരളം.